ഇതാണ് നത്തിങ്ങിന്റെ CMF ഫോൺ 1 മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇതിന്റെ ബാക്ക് പാനൽ, അതേപോലെ ഈ ചക്രം, അതേപോലെ തന്നെ സിം ട്രേയുടെ കളർ, ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് മാറ്റാം. വേറൊരു കളറാക്കി മാറ്റാൻ മാത്രമല്ല, പല കളറുകൾ തമ്മിൽ മിക്സ് ചെയ്തും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ കസ്റ്റമൈസേഷൻ വേണം, എന്തെങ്കിലും പുതിയത് വേണം ഫോണിന്റെ കാര്യത്തിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ആഗ്രഹം നിറവേറ്റിയിരിക്കുകയാണ് നത്തിങ്ങിന്റെ സബ് ബ്രാൻഡായ CMF. എന്തൊക്കെ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കുറേ അധികം ആൾക്കാരായി ചോദിക്കുന്നു CMF ഫോണിന്റെ വീഡിയോ എവിടെയെന്ന്. ഇത് ഇറങ്ങിയത് അറിഞ്ഞില്ല എന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതാ പിടിച്ചോ. ആദ്യം തന്നെ ഇതിന്റെ ബോക്സിൽ സാധാരണ ഒരു സിം ടൂൾ ആണ് വരുന്നത്. ബട്ട് നിങ്ങൾ ഇതിന്റെ കൂടെ ഇന്റർചേഞ്ചബിൾ ആയി ഇതിന്റെ കേസ് വാങ്ങിക്കുകയാണെങ്കിൽ, കേസ് മീൻസ് ഈ ബാക്ക് പാനൽ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ഒരു കവറിലായിരിക്കും വരിക. ഈ കവറിൽ വരുന്ന കളർ ഏതാണോ ആ കളറിനനുസൃതമായ ഒരു സിം ട്രേയും ഈ ഒരു ചക്രവും അതേപോലെ ഈ സ്ക്രൂകളായിരിക്കാനുള്ള സ്ക്രൂ ഡ്രൈവറും എല്ലാം ഈ ഒരു കേസിന്റെ ഒപ്പം നിങ്ങൾക്ക് കിട്ടും. കേസ് മീൻസ് ബാക്ക് പാനലിന്റെ ഒപ്പം കിട്ടും. ഇവിടെ എൻ്റെ കയ്യിൽ 3 കളർ ഇരിക്കുന്നുണ്ട്. 3 ഞാൻ മാറ്റി കാണിച്ചു തരാം എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന്റെ ബാക്കിലെ പാനലിലെ എല്ലാ സ്ക്രൂകളും അഴിക്കാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ അഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. സോ ഇങ്ങനെ എല്ലാ സ്ക്രൂ അഴിക്കുക. ഇനി ഈ ചക്രം ഇങ്ങനെ അഴിച്ച് വിടിയിക്കണം. നമ്മൾ അതും അഴിച്ച് വിടിയിക്കുകയാണ്. സിം ട്രേ വിടിയിക്കണം, അല്ലെങ്കിൽ സിം ട്രേ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അത് നമ്മൾ അഴിച്ച് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ പാനൽ നമ്മുടെ പണ്ടത്തെ ഫോണുകൾ, നമ്മുടെ ബാക്ക് പാനൽ ഊരാൻ പറ്റുന്ന ഫോണുകൾ തുറക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ തുറന്ന് മാറ്റിയെടുക്കാം. ഇത്ര ഉള്ള പരിപാടി കണ്ടോ. ഇതിന്റെ ക്വാളിറ്റി നോക്കിയാൽ ഇത് അത്ര വലിയ മികച്ച ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല. ഒരു സാധാ പ്ലാസ്റ്റിക് അത്ര തന്നെ പ്രതീക്ഷിച്ചാൽ മതി. അതിന് വലിയൊരു ക്വാളിറ്റി പ്രതീക്ഷിക്കരുത്. ബാക്ക് പാനൽ ആണല്ലോ എന്നുകൊണ്ട് നിങ്ങൾ ഓവർ ക്വാളിറ്റി പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അതങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്തൊരു ബാക്ക് പാനൽ അപ്ലൈ ചെയ്ത് നോക്കാം. അടുത്ത കളർ, ഈ കളർ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ വെക്കാം. നമ്മുടെ പണ്ടത്തെ ഫോണുകൾ ബാക്ക് പാനൽ ഇടുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് വെച്ച് സെറ്റായി. ഇനി സ്ക്രൂകൾ ഇടുക, അതിന് മാച്ചിങ് ആയ ചക്രം കൂടി ഫിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. ഇപ്പം നമ്മൾ ഈ ഫോൺ കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്കിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണണ്ട എല്ലാ സംഭവങ്ങളും, ചക്രവും സിം ട്രേയും ഒക്കെ ബ്ലാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ പുതിയ ഫീലിൽ എല്ലാ സൈഡിൽ നിന്നും പുതിയ ഫീലിൽ നിങ്ങൾക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തായാലും ഈ ഒരു ഫോൺ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ത് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കുക. ബാക്കിയുള്ള കളറുകൾ ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. എല്ലാം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കുക. സെയിം തന്നെ ബാക്കിയുള്ള കളറുകളും അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. അതിൻ്റെ ഇടയിൽ ഈ ഫോണിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. പിന്നെ ഇതുപോലത്തെ കിടിലം വീഡിയോസ് ഇഷ്ടം പോലെ ഇനി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വെച്ചോ. ഒപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഒപ്പം തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും ചെയ്തിട്ട് പോവുക. അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് കൂടി ഇത് എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. സോ കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യാം. ഈ ഫോണിൽ ഇത്രയൊക്കെ മാറ്റുമ്പോഴും IP52 റേറ്റഡ് ആണെന്നാണ് അവർ പറയുന്നത്. സോ പെട്ടെന്ന് വെള്ളം തെറിച്ചാലൊന്നും അങ്ങനെ വെള്ളം കയറില്ല എന്ന് വേണം പറയാൻ. എന്നാലും കെയർഫുൾ ആയിട്ട് തന്നെ ഉപയോഗിക്കുക. കാരണം ഇത്രയധികം അഴിക്കാൻ പറ്റുന്ന പാർട്ടുകൾ ഉള്ളപ്പോൾ ഈ IP52 റേറ്റിംഗ് വെള്ളം കയറില്ല എന്നൊക്കെ പറയുന്നത് സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കണം. മഴയത്തൊക്കെ ഉപയോഗിക്കാൻ നിൽക്കേണ്ട, റിസ്ക് ആവും. എന്നാലും അങ്ങനെ ഒരു റേറ്റിംഗ് ഒക്കെ അവർ അവകാശപ്പെടുന്നുണ്ടെന്നുള്ളത് ഓർക്കാം. പിന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം 7300 ഡയമൻസിറ്റി 7300 പ്രോസസർ വെച്ചുകൊണ്ടാണ് ഇവർ ഈ ഫോൺ 15000 16000 രൂപ റേഞ്ചിൽ കൊടുക്കുന്നത്. സോ ആ റേറ്റിന് ഈ ഒരു പ്രോസസർ എന്ന് പറയുമ്പോൾ തന്നെ പെർഫോമൻസ് നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു വാല്യൂ ഫോർ മണി ഫോൺ എന്ന് പറയാം. കാരണം 20000 രൂപ റേഞ്ചിലൊക്കെയാണ് ഈ ഒരു പ്രോസസർ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. സോ ഏറ്റവും മികച്ച പെർഫോമൻസ്, ഈ പ്രൈസ് റേഞ്ചിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഈ ഒരു ഫോൺ നമുക്ക് തരുന്നുണ്ട്. ഒപ്പം തന്നെ നത്തിങ് OS 2.6 ആണ് വരുന്നത്. അതിൽ വേറെ ഒരു പ്രശ്നവുമില്ല, വളരെ സ്മൂത്ത് ആയിട്ട്. ഞാനിപ്പോൾ കുറച്ച് നേരം നത്തിങ് ഫോൺ 1 എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഇതിൽ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോഴും ഒരു പ്രശ്നവുമില്ല. ആ ഫോണിനും പ്രശ്നമില്ല. ഇതും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്ത് ആണ്. കണ്ടോ, ഇതൊക്കെ ഓക്കെയാണ്. എല്ലാ വശവും വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കാണാം. യാതൊരു ഇഷ്യൂ ഇല്ല. ഇനി ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്യാമറയാണ്. ഞാൻ ഇതിൽ കുറച്ച് ഫോട്ടോസ് ഇപ്പോൾ എടുത്ത് ഷെയർ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോ ഞാൻ ഇപ്പോൾ റൂമിനകത്തിരുന്നുകൊണ്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പുറത്തുനിന്ന് അത്യാവശ്യം ലൈറ്റ് ഉണ്ട്. അതിൻ്റെ ഒപ്പം ഇൻഡോർ ആണ്. ഇൻഡോറിനകത്തുള്ള കുറച്ച് ലൈറ്റുകളും ഉണ്ട്. എല്ലാം അടക്കം നോക്കുമ്പോഴും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. 15-16 രൂപ അല്ലെങ്കിൽ 16 രൂപ റേഞ്ചിലുള്ള ഒരു ഫോൺ എന്ന് പറയുമ്പോൾ കിട്ടേണ്ടുന്നൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. സെൽഫി ക്യാമറയിലാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതിന്റെ മൈക്കിലൂടെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. മെയിൻ ക്യാമറ വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലാണ്. രണ്ടായാലും സെൽഫി ആയാലും മെയിൻ ക്യാമറ ആയാലും ദി ബെസ്റ്റ് എന്നൊന്നും പറയില്ല. ഒരു ശരാശരി നിലവാരം ഈ വിലയ്ക്ക് ഒരു ശരാശരിയേ ഉള്ളൂ. ഈ വിലയ്ക്കുള്ളതിൽ തന്നെ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോട്ടോസിലേക്ക് വന്നാൽ നിങ്ങളോട് കാണുന്ന തരത്തിലാണ് സെൽഫി ക്യാമറ ഇമേജുകളൊക്കെ. അത്യാവശ്യം കോൺട്രാസ്റ്റി ആണ്. അത്ര നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ശരാശരി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൈസിലെ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നില്ല. എന്നാലും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. മെയിൻ ക്യാമറ ഫോട്ടോസും അതേപോലെ തന്നെയാണ്, ബെസ്റ്റ് ഒന്നുമല്ല, കുഴപ്പമില്ല. ഇനി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നാൽ അത് രാത്രിയൊക്കെ നമ്മൾ അത്യാവശ്യം ഒരു വീഡിയോ ഫോട്ടോ എടുക്കാൻ നോക്കിയാൽ ഈ കാണുന്ന തരത്തിലാണ് ക്വാളിറ്റി. ഫോട്ടോസ് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം, അത്യാവശ്യം തിരക്കില്ല. നോയ്സ് ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വീഡിയോ ഭയങ്കര ഷോക്കാണ്, നിങ്ങൾക്ക് അവിടെ കാണാം, ഒന്നും പറയാനില്ല. സോ അപ്പോൾ ക്യാമറ ഒരു ശരാശരിയേ ഉള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളൂ. ഇതിന്റെ ഡിസ്പ്ലേ 6.67 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ബെസിൽസ് ഒക്കെ ഇതിൽ തടി കൂടിയ ബെസിൽസ് ആണ്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് കുറയ്ക്കാമായിരുന്നു. ബട്ട് 15000-16000 രൂപ റേഞ്ചിലെ ഫോൺ എന്ന് പറയുമ്പോൾ അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. മിക്കവാറും ഫോണുകൾക്ക് ഇങ്ങനെ തന്നെയാണ്. എന്തായാലും മോശമൊന്നും പറയാനില്ല, നല്ല ഡിസ്പ്ലേ ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ.
അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 5 ഹോൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 2000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ കുറച്ച് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വന്ന് നോക്കിയപ്പോഴും വിസിബിലിറ്റിക്ക് ഇഷ്യൂസ് ഇല്ല. സോ നല്ല ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വൈഫൈ 6, ബ്ലൂടൂത്ത് 5.3 പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കണക്ടിവിറ്റിക്കും കോളിനൊന്നും വലിയ പ്രശ്നം കണ്ടില്ല. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയുള്ളൂ. അതുകൊണ്ട് കുറേ നാളത്തെ യൂസർ എക്സ്പീരിയൻസ് ഒന്നുമല്ല, ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ആയിട്ട് എടുത്താൽ മതി. വേറെ വലിയ പെശകുകളൊന്നും ഇതിന്റെ ഭാഗത്ത് കാണാനില്ല. പിന്നെ സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കറേ വരുന്നുള്ളൂ. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഒന്നും കൊടുത്തില്ല. മിക്കവാറും ഈ റേഞ്ചിൽ ഇപ്പോൾ എല്ലാ ഫോണുകളിലും നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കാണുന്നുണ്ട്. ഇതിൽ അതില്ല എന്നുള്ളതൊന്ന് പ്രത്യേകം ഓർത്ത് വെച്ചോളും. നിങ്ങൾക്ക് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അത് മിസ്സിംഗ് ആണ്. പിന്നെ ഇതിൽ ബാറ്ററി 5000 mAh ആണ് വരുന്നത്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഈ ഒരു പ്രൈസിന് 33 വാട്ടൊക്കെ തന്നെയാണ് കണ്ടുവരുന്നത്. ചില ബ്രാൻഡുകളിൽ 67 വാട്ടൊക്കെ കാണാം. ബെറ്റർ ഉണ്ട്, ബട്ട് എന്നാലും മോശമൊന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും നല്ലതാണ്. നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം ഇങ്ങനൊരു ബാറ്ററിയും ചാർജിംഗ് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഇരുന്ന് കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല. 197 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഏകദേശം ഒരു 8 mm ആണ് തിക്നെസ് ഒക്കെ വരുന്നത്. വല്ലാണ്ട് ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. ബട്ട് തിക്നെസ് ഒക്കെ അത്യാവശ്യം തോന്നും കേട്ടോ കയ്യിൽ പിടിക്കുമ്പോൾ. അത്ര ഒരു സുഖമൊന്നും തോന്നില്ല. പക്ഷേ എന്നാലും നന്നായിട്ടുണ്ട്. ഓൾറെഡി ആൻഡ്രോയിഡ് 14 വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഈ വിലയ്ക്ക് അതും ഡീസൻ്റ് ആണ്. ഫൈനലി ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും ഒരു വൈറ്റ് സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കണ്ട, നിങ്ങൾക്ക് ഇവിടെ കാണാം, വൈറ്റ് അല്ലത്, എന്നാൽ ഈ ഒരു കളറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാ ഭാഗങ്ങളും. സോ ഇത് ഇതിൻ്റെ മെയിൻ സംഭവമാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. ഓവറോൾ ഈ കസ്റ്റമൈസേഷൻ തന്നെയാണ് ഇതിൻ്റെ മെയിൻ. ഒപ്പം തന്നെ പെർഫോമൻസും ഏറ്റവും മികച്ചത് കൊടുത്തിരിക്കുന്നുള്ളതും നന്നായി. ഈ ഫോണിനെ സംബന്ധിച്ച് ഡിസ്പ്ലേയും നന്നായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ ബാറ്ററി ചാർജിങ് എല്ലാം നന്നായിരിക്കുന്നു. എങ്കിലും നമ്മൾ കണ്ട പോരായ്മകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, പിന്നെ ലോ ലൈറ്റിലെ പെർഫോമൻസ് കുറവായിരുന്നു, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല, അങ്ങനെയുള്ള ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടും മനസ്സിലാക്കുക. എന്നിട്ടും താല്പര്യം തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ തീരുമാനിക്കാവുന്നതാണ്. കൂടുതൽ ലോങ് യൂസ് ചെയ്ത് അപ്പടി അടിപൊളിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇനീഷ്യൽ ഇംപ്രഷൻ വൈസ് നന്നായിട്ട് തോന്നി. ഇപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതിനിടയ്ക്ക് എല്ലാ കളറുകളും അപ്ലൈ ചെയ്ത് കാണിച്ചു. അതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതി ചെയ്യാം. ബ്ലാക്ക് പാനലിട്ടിട്ട് അതിൽ വേണമെങ്കിൽ റെഡ് അല്ലെങ്കിൽ ഈ ഓറഞ്ച് ബട്ടൺ ഇത് വെക്കാം, അല്ലെങ്കിൽ വൈറ്റിൻ്റെ ബട്ടൺ വെക്കാം. അതേപോലെ സിംട്രയുടെ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എടുത്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് പാനലിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതും കസ്റ്റമൈസേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഏറ്റവും താഴെ കാണുന്ന ഈ റൊട്ടേറ്റിംഗ് ബട്ടൺ ഇത് എന്തിനുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വോളിയം കൂട്ടാനൊക്കെ ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇതിൽ ആക്സസറികൾ ഇതുപോലൊരു വള്ളിയൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്കത് കഴുത്തി കൂടി ഇടാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റാൻഡ് ഇങ്ങനെ ഘടിപ്പിച്ചിട്ട് അത് സ്റ്റാൻഡായിട്ട് ഫോണിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അതിനുള്ളൊരു റൊട്ടേറ്റിംഗ് ഏരിയ ആണ് ആ കൊടുത്തിരിക്കുന്നത്. ആക്സസറി പോയിന്റ് എന്നാണ് അവർ വിളിക്കുന്നത്. എന്തായാലും മാറ്റി ഉപയോഗിക്കുക എന്നുള്ളത് നല്ല ഘടകമായി. നിങ്ങൾക്ക് കേസ് ഇടാതെ തന്നെ ഈ ബാക്ക് പാനൽ മാറ്റാം. അതും 1000-1000 ചില്ലാൻ രൂപയെ വരുന്നുള്ളൂ ഈ ഒരു ബാക്ക് പാനൽ മാറ്റാൻ എന്നുള്ളതും നല്ല ഘടകമായി. സോ ഈ കസ്റ്റമൈസേഷനൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. സോ അപ്പോൾ അത്രയുമാണ് CMF Phone 1 എന്ന ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.